സുഭദ്രേച്ചി എൻ്റെ അമ്മയുടെ ഏറ്റവും ചെറിയ അനിയത്തിയാണ്. അതുകൊണ്ട് ചെറിയമ്മയുടെ സ്ഥാനവുമാണ്. അങ്ങനെ തന്നെയാണ് വിളിക്കേണ്ടതും. പക്ഷേ ആ വിളി സുഭദ്രേച്ചിക്ക് തീരെ ഇഷ്ടമായിരുന്നില്ല. ഇടയ്ക്കൊക്കെ സുഭദ്രേച്ചിയെ ദേഷ്യം പിടിപ്പിക്കാനായി സുഭദ്ര ചെറുമയെ നീട്ടി വിളിക്കുകയും ഞങ്ങൾ. അത് കേൾക്കുന്നതോടെ സുഭദ്രേച്ചി മുഖം വീർപ്പിച്ചുകൊണ്ട് പടിപ്പുരത്തിണ്ണയിൽ ചെന്നിരിക്കും. അത്യാവശ്യം വാശിയൊക്കെ ഉള്ള കൂട്ടത്തിലായതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും ആ ഇരുത്തം മതിയാക്കില്ല സുഭദ്രേച്ചി. പക്ഷേ കയ്യിലുള്ള ഫോണിൽ തോണ്ടിയും തുടച്ചും തലകുമ്പിട്ടിരിക്കുകയാണെന്ന് തോന്നുമെങ്കിലും ഇടയ്ക്കിടെ ഒളിക്കണ്ണാൽ ഞങ്ങളെ തന്നെ നോക്കുന്നുമുണ്ടാവും. അങ്ങനെ അധിക നേരം സുഭദ്രേച്ചിയോട് പിണങ്ങിയിരിക്കാൻ ഞങ്ങൾക്കും സാധിക്കാത്തതുകൊണ്ട് ഞാനും കൂട്ടുകാരും ഒരുമിച്ച് ചെന്ന് സോറി കേട്ടോ എന്നൊരു 10 പ്രാവശ്യമെങ്കിലും പറയും സുഭദ്രേച്ചിയോട്. അത് കേൾക്കാനായി കാത്തിരിക്കുന്നത് പോലെ പിണക്കം മാറി സുഭദ്രേച്ചി എണീറ്റുകൊണ്ട് പറയും, ദാ ഇനി എന്നെ ചെറിയമ്മയെന്നോട്ടെ വിളിച്ചാൽ ഞാൻ ശരിക്കും പിണങ്ങും. പിന്നെ എത്ര തവണ സോറി പറഞ്ഞാലും ഞാൻ മിണ്ടാൻ വരില്ല. എനിക്കേ അമ്മയും വേണ്ട ചെറിയമ്മയാവണ്ട, എന്നും ചേച്ചിയായിരുന്നാൽ മതിയെന്ന്. എപ്പോഴും മൊബൈൽ ഫോണിൽ പാട്ട് കേൾക്കുന്നതും വാട്സപ്പിൽ വരുന്ന സന്ദേശങ്ങൾ വായിക്കുന്നതും അതിനപ്പോൾ തന്നെ മറുപടികൾ അയക്കുന്നതും ആയിരുന്നു സുഭദ്രേച്ചിയുടെ പ്രധാന ഹോബി. അതൊരു ലഹരി പോലെയോ ആ ലഹരിയുടെ അടിമ പോലെയോ ആയിരുന്നു സുഭദ്രേച്ചി. ഉണർന്നിരിക്കുമ്പോഴും ഉറങ്ങിക്കിടക്കുമ്പോഴും മൊബൈൽ ഫോൺ സുഭദ്രേച്ചിയുടെ കയ്യിലോ തലയണച്ചോട്ടിലോ ഉണ്ടായിരിക്കും. രാവിലെ കിടക്കയിൽ നിന്നും എണീറ്റാൽ ഒന്ന് മുഖം കഴുകാനോ പല്ലു തേക്കാനോ നിൽക്കാതെ ഇൻബോക്സിൽ വന്നു കിടക്കുന്ന മെസ്സേജുകൾ നോക്കാനും ഫേസ്ബുക്ക് അപ്ഡേറ്റ് ചെയ്യാനുമായിരുന്നു സുഭദ്രേച്ചിക്ക് തിടുക്കം. ചിലപ്പോൾ അതിൽ വരുന്ന തമാശകളും ചിത്രങ്ങളും ഞങ്ങൾക്ക് കൂടി കാണിച്ചു തരികയും ചിലതൊന്നും ഞങ്ങളെ കാണിക്കാതെ സുഭദ്രേച്ചി ഒറ്റയ്ക്ക് കണ്ട് ആസ്വദിക്കുകയും ചെയ്യും. ഞാനിട്ട ഫോട്ടോയ്ക്ക് 76 ലൈക്ക് കിട്ടിയെന്നും എൻ്റെ ബർത്ത്ഡേക്ക് 142 വിഷസ് കിട്ടിയെന്നുമൊക്കെ സുഭദ്രേച്ചി പറയുമ്പോൾ അതിൻ്റെ മഹത്വമൊന്നും എനിക്കോ കൂട്ടുകാർക്കോ അറിയില്ലായിരുന്നു. എനിക്കും അതുപോലൊരു ഫോൺ വേണമെന്ന മോഹമുണ്ടായിരുന്നു. ഞാനത് കുറേ പ്രാവശ്യം അച്ഛനോടും അമ്മയോടും പറഞ്ഞു നോക്കിയിട്ടുണ്ടെങ്കിലും അതിനുള്ള പ്രായമൊന്നും നിനക്കായിട്ടില്ല എന്നായിരുന്നു എപ്പോഴും കേൾക്കുന്ന മറുപടി. പിന്നെ സുഭദ്രേച്ചി കയ്യിൽ നിന്നും വെച്ചാലല്ലേ അതൊന്ന് തൊടാനും പിടിക്കാനും പറ്റൂ. അതുണ്ടാവാറുമില്ല. കഴിഞ്ഞ കൊല്ലമാണെന്ന് തോന്നുന്നു സുഭദ്രേച്ചി മാങ്ങ പൊട്ടിക്കാൻ ഒട്ടുമാവിൻ്റെ മുകളിൽ കയറാനായി പാവാട ഇത്തിരി മുകളിലോട്ട് പൊന്തിച്ച് തയ്യാറാവുമ്പോൾ ഇതൊന്ന് പിടിക്കേട്ടോ, താഴത്തിടരുത് എന്ന് പറഞ്ഞ് അതെൻ്റെ കയ്യിൽ തന്നിരുന്നു. അന്ന് ഞാൻ അതിൽ കുറേ തോണ്ടിയും തലോടിയും നോക്കി. പക്ഷേ അതൊന്ന് തുറക്കുക കൂടി ചെയ്തില്ല. അപ്പോഴേക്കും അമ്മയുടെ ശകാരം കേട്ടു തുടങ്ങി. എൻ്റെ സുഭദ്രേ, പ്രായം തികഞ്ഞ പെണ്ണാ നീയെ, ഈ കുട്ടിക്കളിയൊക്കെ നിർത്താറായില്ലേ? ഈ കണ്ട ചെക്കന്മാരൊക്കെ മേപ്പെട്ട് നോക്കി നിൽക്കുമ്പോൾ നിനക്ക് നാണമില്ലേ മരത്തിൽ കയറാൻ? അത് കേട്ടതോടെ സുഭദ്രേച്ചി പുളിയുറുമ്പിൻ്റെ കടി കൊള്ളാതെ താഴത്തേക്കിറങ്ങി എൻ്റെ എന്നാ ഫോൺ മേടിച്ച് ഓടിപ്പോയി. സന്ധ്യാസമയത്ത് അമ്പലത്തിലേക്കുള്ള തൊഴാൻ പോക്ക് സുഭദ്രേച്ചി ആവുന്നതും മുടക്കാറില്ല. വീട്ടിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ദൂരത്താണ് അമ്പലമെങ്കിലും അകമ്പടിയായി ഞങ്ങളും കൂടെ പോകും. നിങ്ങളും കൂടെ പൊയ്ക്കോളും കുട്ടികളെ, ദീപാരാധന കഴിയുമ്പോഴേക്കും ഇരുട്ടാവും എന്ന് അമ്മ പറയുകയും ചെയ്യും. എന്നാൽ ഇപ്പോൾ അമ്പലത്തിലേക്ക് വിളിച്ചാൽ പോലും സുഭദ്രേച്ചി വരുന്നില്ല. സുഭദ്രേച്ചി കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. അമ്മയുടെ സംസാരത്തിൽ നിന്നും വ്യക്തമായിട്ടൊന്നും മനസ്സിലായില്ല എങ്കിലും എവിടെയോ എന്തോ തകരാറ് പറ്റിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. അല്ലാതെ ഞങ്ങളോടൊന്നും സംസാരിക്കാതെ എങ്ങനെ ഒറ്റയ്ക്ക് മുറിയിലിരിക്കാൻ സുഭദ്രേച്ചിക്ക് എങ്ങനെയാണ് സാധിക്കുന്നത്? വേണ്ടതിനും വേണ്ടാത്തതിനും കലപില എന്ന് സംസാരിച്ചിരുന്ന സുഭദ്രേച്ചി ചെടികളോടും പൂക്കളോടും വരെ ഒന്നും രണ്ടും പറഞ്ഞു നിന്നിരുന്നു. എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. കല്യാണത്തിൻ്റെ തലേദിവസം മുണ്ടും വേഷ്ടിയും ചുറ്റിക്കൊണ്ട് അമ്പലത്തിലേക്ക് പോകുമ്പോൾ വേലിപ്പടർപ്പിൽ വിരിഞ്ഞു നിന്നിരുന്ന ശംഖുപുഷ്പത്തെ നോക്കി സുഭദ്രേച്ചി പറഞ്ഞത്, അല്ല ഇതാരാ? കണ്ണൊക്കെ എഴുതി സുന്ദരിയായിട്ട് നിൽക്കുകയാണ്. എവിടെയായിരുന്നു ഇത്രയും ദിവസം? ഞാൻ എന്നും നോക്കാറുണ്ട് കേട്ടോ. പിന്നെ നീ ഒരു കാര്യം അറിഞ്ഞോ? എൻ്റെ കല്യാണം നാളെ. കേൾക്കണില്ലേ പാട്ടും ബഹളമൊക്കെ? പട്ടുസാരിയും വളയും മാലയും ഒക്കെ ഇട്ട് ഞാൻ കല്യാണ പെണ്ണാവാൻ പോവാണ്. കല്യാണത്തിന് നീയും വരണം കേട്ടോ. ഞാൻ എൻ്റെ മുടിയിൽ ചൂട് ചിക്കാൻ നിന്നെ.